ബംഗാളികൾ കേരളത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്താവും കേരളത്തിൻ്റെ അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷേ ഇന്നു മുതൽ നിങ്ങൾ ചിന്തിക്കണം. ഏകദേശ കണക്ക് നോക്കിയാൽ തന്നെ ബംഗാളിയും ആസാമികളും 25 മുതൽ 35 ലക്ഷം വരെ കേരളത്തിലുണ്ടായിരുന്നു. ബംഗാളിൽ ഇലക്ഷൻ വന്നപ്പോൾ അവർ അവരുടെ ദേശത്തോട്ട് പോവുകയും തിരിച്ചു വന്നവർ ചുരുക്കം മാത്രമേ ഉള്ളൂ. കാരണം ബംഗാൾ ഭരിച്ചിരുന്ന മമതാ ബാനർജി പുറത്താക്കപ്പെടുകയും പകരം BJP സർക്കാർ അധികാരത്തിലേറുകയും അവർ ഇലക്ഷന് മുന്നോടിയായി ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച കുറച്ച് ആനുകൂല്യങ്ങളാണ്. അതായത് അന്നപൂർണ ബന്ധാർ പദ്ധതി വഴി എല്ലാ സ്ത്രീകൾക്കും പ്രതിമാസം 3000 രൂപയും, സൗജന്യ യാത്രയും, പ്രഗ്നൻ്റായ സ്ത്രീകൾക്ക് 21,000 രൂപയും, കോളേജിൽ പോകുന്ന പെൺകുട്ടികൾക്ക് 50,000 രൂപ സഹായവും, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് 3000 രൂപ വീതവും, കൂടാതെ 33% വരെ തൊഴിലും, 6,000 മുതൽ 9,000 വരെ കൃഷിക്കാർക്കും കൊടുക്കുന്നു. കൂടാതെ ഫ്രീ ചികിത്സയും. ഇതൊക്കെയാവാം അവർ തിരിച്ചു വരാത്തതിൻ്റെ കാരണം. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ ശമ്പളത്തിൽ പണിയെടുക്കാൻ ബംഗാളികളുമില്ല, ആ ശമ്പളത്തിൽ പണിയെടുക്കാൻ മലയാളികളുമില്ല. ഇനി എന്താവും കണ്ടറിയാം കേരളത്തിൻ്റെ അവസ്ഥ.